എങ്ങനെയാണ് കൊണ്ട് എത്തിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്നെ രാമശരൺ ചേട്ടനും കിരൺ ചേട്ടനും വിളിച്ച് എല്ലാം പറഞ്ഞ് അവർ ഇന്നലെ തന്നെ ഇന്നലെ തൊട്ട് കോള് 2 ദിവസമായിട്ട് കോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ എന്നെ കിരൺ ചേട്ടൻ വിളിച്ച് എൻ്റെ വിഷമമൊക്കെ രമേശ് ചേട്ടനെ കൊണ്ട് പറഞ്ഞ് ഇതൊക്കെ എൻ്റെ കാലും ഇതൊക്കെ കാണിച്ച്. അപ്പോൾ അവർ കുറേ റിസ്ക് എടുത്ത് അവരിനെ ഓഫീസിലേക്ക് വിളിച്ച്. അവർ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായില്ല. അങ്ങനെയാണ് പിന്നെ അവർ വിളിച്ച് പിന്നെ സംസാരിച്ച്. അവർ ഫുൾ സപ്പോർട്ടായിരുന്നു, ഒരു അനിയനെ പോലെ ചേർത്തി പിടിച്ച്. ഇന്ന് ലൊക്കേഷനിലേക്ക് പോയപ്പോൾ ഇന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ ആ വണ്ടിയിലിരിക്കുമ്പോൾ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്നിട്ട്, ഉണ്ണിക്കണ്ണ വെയിറ്റ് സാറ് ഷൂട്ടിലാണ് ഇപ്പം കാണാൻ പറഞ്ഞ അവിടെ ഇരുന്ന് എല്ലാവരും വന്ന് സംസാരിച്ച് അവിടെ ചായ തന്നു. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയി അവിടെ നിന്ന് വിളിച്ച് പ്രൊഡ്യൂസർ സാറും എല്ലാവരും കൂടെ കൊണ്ടുപോയി. സാറ് ഷൂട്ടിലായിരുന്നു. ഇങ്ങനെ നടന്നു പോണ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാൻറ് ഷർട്ട് ഇട്ടിട്ടൊരു ഇങ്ങനെ നടന്നു വരികയാണ്. ഏട്ടാ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ഏട്ടനായി. എനിക്ക് സത്യം പറയണമെങ്കിൽ എന്താണെന്നറിയില്ല ഒന്നും. ഏട്ടാ നമുക്കത് ഇപ്പം നമ്മുടെ ഒരു വീട്ടിലൊരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെയാണ് എൻ്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കരയുന്ന ഉണ്ണിക്കണ്ണ പറഞ്ഞ എൻ്റെ തോളിൽ കൂടെ കയറ്റി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ അത് വിജയേട്ടനാണെന്ന്. എന്നിട്ട് അങ്ങനെ വിജയേട്ടൻ എന്നെ വാവറിന് തോളിൽ കയറ്റി കൊണ്ടുപോയി കാരവനിൽ. ആദ്യം വിജയേണ്ണ എന്നെ കൊണ്ട് കയറി പറഞ്ഞില്ല, വിജയേണ്ണ കയറി പറഞ്ഞില്ല. എന്നെ കയറി പറഞ്ഞ ഞാൻ തൊട്ടുനൂറ് വെച്ച് കയറിയിട്ട് വിജയേണ്ണ എന്തിനാ എന്നിട്ട് കാരവനിൽ ഞാനും വിജയേണ്ണനും മാത്രം. എന്നിട്ട് ഇത്തിരി വെള്ളവും കുടിച്ചിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്യുക പറഞ്ഞു. വിജയേണ്ണൻ കണ്ണ് കലങ്ങിയിട്ടാണ് വിജയേണ്ണൻ ചോദിച്ചത്, ഞാൻ ആരേട്ടാ? എന്നിട്ട് വിജയേണ്ണൻ പറഞ്ഞു എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു വിജയേണ്ണ കാണാൻ വേണ്ടിയിട്ട്, പല പ്രാവശ്യം, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ഇവർക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ. നമ്മുടെ ദൈവത്തിനെ കണ്ടു, ഇളയ തലപതി നമ്മുടെ വിജയണ്ണനെ മുത്ത്, നമ്മുടെ വിജയണ്ണനെ കണ്ടു. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു 5-10 മിനിറ്റ് വണ്ടിയിലിരുന്ന് തൊഴിൽ കയറ്റിട്ടാണ് കാരവാനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു സംസാരിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മുടി വളർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കണം, എങ്ങനെയാണ് കേരളത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കണം, നമുക്ക് ഡയറക്ടറിനെ കൊണ്ട് പറയാമെന്ന് വിജയണ്ണൻ പറഞ്ഞു. പ്രൊഡ്യൂസർ സാറിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തകർന്നു പോകാതെ എൻജോയ് ചെയ്ത് പുഞ്ചരിയായിരിക്കുക. എന്തെങ്കിലും പ്രശ്നത്തിൽ കണ്ണ് കലങ്ങുക, തകർച്ച വരുമ്പോൾ കരഞ്ഞ് വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു 4ാം ക്ലാസ്സുകാരൻ മംഗലണ്ടാവുമ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ട്. അവൻ ആരൊക്കെ ചീത്ത പറഞ്ഞാലും വേദനിപ്പിച്ചാലും ആ ചീത്ത